ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ തന്നെ നല്ല തിരക്കുള്ള പണിയിലാണ് കേട്ടോ. ഞാൻ ഒരു 4:30 ആകുമ്പോൾ എണീറ്റിട്ടുണ്ട്. എനിക്ക് 7:30 ആകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അതേ അരി തിളപ്പിച്ചിട്ട് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കടലക്കറിയും പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കടലക്കറിക്കുള്ള പരിപാടികളാണ് കേട്ടോ. കടല കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു തക്കാളിയും സവാളയും 2 പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് വിസിലടിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നാളികേരം വറുത്തിട്ട് അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം പയറുപ്പേരിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പയർ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 4 പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആവിയിൽ തന്നെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉപ്പേരിയേ ഉള്ളൂ, കുറച്ച് പയർ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ പുട്ട് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് നനച്ച് വെച്ചതിന് ശേഷം ഞാൻ ചെറുതായി ഒന്ന് കറക്കിയെടുക്കും. അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി കഴിക്കും, അവർക്ക് ഇഷ്ടമാണ്. അപ്പോഴേക്കും ഈ സമയം ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഞാൻ പോയി മുറ്റടിച്ച് വാരി കഴിഞ്ഞിട്ട് കുറച്ച് തുണികൾ അലക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം തന്നെ അതും ഞാൻ ഇടയിൽ ചെയ്ത് വെച്ചു. അതിന് ശേഷം വേഗം തന്നെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടുക്കളയൊക്കെ നന്നായി വൃത്തിയാക്കി. പുട്ട് റെഡി ആയിട്ടുണ്ട്. ചോറും കടലക്കറിയും പയറുപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. ഇനി മാങ്ങ അച്ചാറും ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ മോനിന്ന് ഉച്ചവരെ ക്ലാസ്സുള്ളൂ, ഇന്ന് എക്സാമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വന്നു കഴിഞ്ഞാൽ അവൻ എടുത്ത് കഴിച്ചോളും. അപ്പോൾ മറ്റവർക്ക് 2 പേർക്കുള്ള ഫുഡൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അവരതൊക്കെ എടുത്ത് സ്കൂളിലേക്ക് പൊക്കോളും. എനിക്കുള്ള ചോറും കറികളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായി വെച്ച്